അപ്പം ഞാനും ഏജും കൂടെ ഒന്ന് എൻ്റെ യൂണിഫോമിൻ്റെ ടോപ്പൊക്കെ ഒന്ന് അടിക്കാൻ പോവാണ്. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേങ്ങാണ്ട് നമ്മളെ ഈസുവിന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ ടാറ്റ അത് ഭയങ്കര വീക്ക്നെസ്. ഈസു ടാറ്റ 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 പോവാ എന്നിട്ട് പറഞ്ഞ ടാറ്റ 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 എന്നാ ക്യാമറ ഓണായി പിന്നെ ടാറ്റ ഇല്ല, ഒരു ടാറ്റ ഇല്ല. അപ്പോൾ സ്കൂൾ തുറക്കാൻ വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ വെയിലൊക്കെ അരച്ച് ആകെ കുഴപ്പമായി. ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ ഒന്ന് തണുത്ത്. അപ്പോൾ നമ്മൾ യൂണിഫോമിൻ്റെ ക്ലോത്തൊക്കെ പോയി വാങ്ങി. ഇനിയിപ്പോൾ അതൊന്ന് അടിക്കണം. അല്ല, സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസമുള്ളൂ. പുതിയതൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരു റാഹത്തല്ലേ. ഈ ടൈലർമാരുടെ അടുത്തൊക്കെ യൂണിഫോം അടിക്കാൻ കൊടുത്താൽ സ്കൂൾ തുറന്നു അതിൻ്റെ പിറ്റേന്ന് ഒന്നും യൂണിഫോം കിട്ടൂല. അവരുടെ അടുത്ത് അത്രയും ഉണ്ടാവും അടിക്കാൻ. ഇറ്റുങ്ങളൊക്കെ തുറക്കുമ്പോഴത്തേനും വാങ്ങി കൊടുക്കുക. അതുകൊണ്ട് നമ്മളെ യൂണിഫോം ഒന്ന് അടിച്ച് കിട്ടാൻ കുറച്ച് നേരം വെക്കും. അതുകൊണ്ട് നമ്മളെന്നും അടിക്കാൻ കൊടുക്കുന്ന ആളെ തന്നെ നമ്മളെ ചിന്നുതാത്താൻ്റെ അടുത്ത് തന്നെ കൊടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചിന്നു താത്താനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കിട്ടിയിരിക്കണ്. അപ്പോൾ കരഞ്ഞ് കാലൊക്കെ പിടിച്ചിട്ടാണ് വന്നിക്കണത്. സ്കൂൾ തുറക്കണേൻ്റെ 2 ദിവസം മുന്നെങ്കിൽ തരുവോണ്ടിട്ടാന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചിന്നു താത്ത ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കണം. അപ്പോൾ ചിന്നു താത്താൻ്റെ റെക്കോർഡൊക്കെ ഇരുന്ന് നോക്കി വെള്ളം ഇറക്കുക. കാര്യം എനിക്ക് വരക്കാനൊന്നും അറിയില്ല. നമ്മളെ ചിന്നു താത്ത നല്ല ഉഷാറായിട്ട് വരക്കൊക്കെ ചെയ്യും. പിന്നെ ഇതിൻ്റെ കുറച്ച് മുന്നേ കണ്ടില്ല നല്ല ഉഷാറ് ചെടികളൊക്കെ. ചെടി ഫുള്ളും നമ്മളെ അമ്മായിൻ്റെതും ചെടിച്ചട്ടിയൊക്കെ നമ്മളെ അമ്മായിക്കാക്കാൻ്റെതാണ്. ഇവരൊക്കെ ഒരു സകലകലാ വല്ലഭന്മാർ തന്നെ. നമ്മൾ അമ്മായിൻ്റെ പെര വരെ എത്തി സംഭവങ്ങളൊക്കെ അടിക്കാൻ കൊടുത്ത് അളവെടുത്ത് കഴിഞ്ഞപ്പോൾ ചിന്നുതാത്ത പറയാ ഒരു കൂട്ടല്ലേ ഉള്ളൂന്ന്. പകച്ചു പോയതിൻ്റെ ബാല്യം. നമ്മളിപ്രാവശ്യം എന്തായാലും 2 കൂട്ടെടുത്തുക്കണേ. 2 കൂട്ടെടുക്കാതെ മുതലാവില്ല. ഈ ട്യൂഷനൊക്കെ പോയി വന്ന് നേരം വൈകിയൊക്കെ വന്ന് നമ്മളൊന്ന് അടുക്കള കയറി റീൽസൊക്കെ എടുക്കണോണ്ടാണ് നമ്മൾ കഴിഞ്ഞല്ലത്തൊക്കെ കേടുന്നത്. അല്ല, കഴിഞ്ഞല്ലത്ത് നല്ല വൃത്തിയുള്ളവരുണ്ടാവും. അതങ്ങനത്തെ ഇട്ടാൽ പോരെ. ഈ 2 പെരുന്നാളിൻ്റെ ഇടയിൽ സ്കൂൾ തുറക്കൽ വല്ലാത്തൊരടിയാണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞും ചെയ്ത് എന്നാൽ വലിയ പെരുന്നാൾ ഇതാന്ന് പറഞ്ഞ പോലെ വരണുണ്ട്. എന്ന് പറഞ്ഞിട്ട് സ്കൂൾ തുറക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ചിന്നുതാത്താൻ്റെ റെക്കോർഡും പെയിൻറ്റിങ്ങും ഒക്കെ കണ്ട് കുറേ നേരം അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ അമ്മായിനോടും ചിന്നുതാത്താനോടും ഒക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ ചായ കൂടി. എത്ര ചായ വേണ്ടാന്ന് പറഞ്ഞാലും അത് അവർ നമുക്ക് തരും. അതവർക്ക് നിർബന്ധം. പുറത്ത് നല്ല മഴയല്ലേ, വൈകുന്നേരം നല്ലൊരു കട്ടൻ ചായയും മിച്ചറൊക്കെ ഒരു രസം തന്നെ അല്ലേ. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, ഏതായാലും അമ്മായി തന്ന് ഒന്ന് കുളിച്ചിട്ട് കയറാം. അതിലിടക്ക് നമ്മളെ ഫാഷൻ ഡിസൈനറെ റെക്കോർഡൊക്കെ കണ്ടു കഴിഞ്ഞ് അപ്പോഴാണ് അമ്മായി ഒരു സാധനമായിട്ട് വരുന്നത്. നമ്മളെ ഫാഷൻ ഡിസൈനർ ഉണ്ടാക്കിയ നല്ല ഉഗ്രൻ ഓട്ടട. ഓട്ടടക്കൊക്കെ എന്തോ ഒരാട്ടാണ്. ഈ റെക്കോർഡൊക്കെ കണ്ടുള്ള ബിൽഡപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മായിൻ്റെ ഓട്ടട ആട്ടി വരണു. എൻ്റെ ചിന്നു ഒച്ചതങ്ങ് തളർത്തിക്കളഞ്ഞല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ചിന്നുതാത്ത പറഞ്ഞിങ്ങനെ ഇതെന്തായാലും ഈ ബൂസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് നമ്മളെ ഓട്ടട ഒന്ന് വൈറലാക്കുന്ന്. എല്ലാവർക്കും എല്ലാ കഴിവും കിട്ടൂലല്ലോ. അല്ല എങ്ങനെ അങ്ങനെ ഈ സ്കൂൾ തുറക്കണമെന്ന് പുതിയ യൂണിഫോമും കോട്ടും പാൻറ്റൊക്കെ ഇട്ട് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് പോകുമ്പോൾ രസമല്ലേ. ഇവിടെ നമ്മളെ ഈസു വല്ലാത്ത കളിയാ. ഓൾക്ക് ഇത്രയും നേരമില്ലാത്ത ഒച്ചയാണ് ഇപ്പം. അളവെടുക്കുന്ന നേരത്തെ ഇങ്ങനെ ചോദിക്കും കൈ എത്ര വേണ്ടേ, ഷോൾഡർ എത്ര വേണ്ടേ, ഇനിയിപ്പോൾ കൗത്തിൻ്റെ ഡിസൈൻ എങ്ങനെ വേണ്ടെന്ന്. അതുവരെ നമ്മളെല്ലാം ഇങ്ങനെ ആലോചിച്ച് നല്ല ഒരു നിഗമനത്തിലെത്തി നിൽക്കും. പക്ഷേ ഈ ചോദ്യം കണ്ട് കേട്ടാ നമ്മൾ ആലോചിച്ചൊക്കെ എന്താന്ന് തന്നെ മറന്നു. ഒരു വിധത്തിൽ എല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമുക്കൊന്ന് കടയിൽ പോകണം. കടയിൽ കയറിയപ്പോൾ തന്നെ കണ്ടത് പൂളയാണ്. പിന്നെ വേങ്ങാതിരിക്കാൻ പറ്റൂല. ഞാനും വേങ്ങി 1-2 എണ്ണം. അപ്പം നമ്മൾ അവിടെ നിന്ന് അല്ലറ ചില്ലറ സാധനമൊക്കെ വാങ്ങി. അവിടെ നിന്ന് മുട്ടായി കണ്ടപ്പോൾ നമ്മളെ ഈസു ഹായ് അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നല്ല എത്താത്തായതുകൊണ്ട് പുതിയ സാധനങ്ങളൊക്കെ നമ്മളെ ഈസുവിന് പഠിപ്പിച്ചു കൊടുക്കും. ഇന്നിപ്പോൾ ഷട്ടിൽ ബാറ്റാ, അടുത്ത വരുമ്പോൾ ലോറിയേറ്റൊക്കെ പോകണം.
ഈ സംഭവമൊക്കെ നമ്മളെ ഈസു ഇതിന് മുട്ടായി കഴിക്കൂല, അതവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാ ഒരു കാറ് പണ്ട് ഇതേപോലെ വേങ്ങി. അതിൻ്റെ മുട്ടായി ഒന്ന് തിന്നാൻ ഞാൻ കുറേ ഒന്ന് മെനക്കെട്ട് ജമ്മുണ്ടെങ്കിൽ അവൾ അതിങ്ങോട്ട് തൊലിച്ചു തരില്ല. സാധനമൊക്കെ വേങ്ങി ഇറങ്ങിയപ്പോഴാണ് മേഘാകണ്ടി ഇരുണ്ടിക്കണ്. നമ്മൾ പോയത് രാവിലെ ആണെങ്കിലും എത്തിയത് രാത്രി ആയിക്കണ്. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, പേരെ കണ്ട് ചെല്ലുക. എന്നിട്ട് വേണം ആ പൂളൊക്കെ ഒന്ന് പുഴുങ്ങി മുളകുടച്ചതിൻ്റെ കൂടൊക്കെ ഒന്ന് കഴിക്കാൻ. അത് കണ്ടിട്ട് എനിക്കൊരു സമാധാനമെന്ന് പറഞ്ഞതില്ല. ഞാനൊന്ന് വയറ്റിൽക്ക് കണ്ട് എത്തണം. അപ്പം നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഹിബൂസ് വീണ്ടും വരും. അപ്പം പറഞ്ഞ പോലെ.